ശ്രീ പ്രകാശ് ബാബു, ഇതിപ്പോ ചർച്ച ചെയ്തു പോയാൽ അമ്പ് കൊള്ളാത്തവരാരുമില്ല കുരുക്കളിൽ എന്ന നിലയ്ക്ക് പോകുമോ? അല്ല മാധു, ഇതിപ്പോ ഈ ചർച്ച ഇപ്പോൾ വളരെ വ്യക്തമായിട്ടൊരു സന്ദേശം നമുക്ക് തന്നു. കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ മാളത്തിലൊളിച്ച സർവ വർഗീയ ഭീകരവാദ സംഘടനകളെയും ഉമ്മ വെച്ചുകൊണ്ട് CPM-ഉം കോൺഗ്രസും തെരുവിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള പണിയൊന്നും അല്ല എന്നിപ്പോൾ വളരെ വ്യക്തമായല്ലോ. നോക്കൂ, നിങ്ങൾ അത്ഭുതപ്പെടുത്തുകയല്ലേ. MP രാജേഷിനെ പോലുള്ള ഒരാൾ ആര്യ പിടിച്ചിട്ട് AKG സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ചർച്ച നടത്താൻ റസാഖ് പാലേരി തന്നെ പറഞ്ഞല്ലോ. വെൽഫെയർ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവല്ലേ. AKG സെന്ററിലേക്ക് കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസവും ജയരാജൻ പറഞ്ഞ ഹുക്കുമത്ത് ഇല്ലാഹി എന്ന് പറയുന്ന, അതായത് ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള ആ വാദത്തിൽ നിന്ന് 2014 അമീർ അലി തന്നെ, അവരുടെ അമീർ തന്നെ പറഞ്ഞിട്ടുള്ള മാതൃഭൂമിയിലെ ഇന്റർവ്യൂലാണെന്ന് തോന്നുന്നു. 2010 ജൂലൈ മാസം 13 പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിലെ 11-ാം പേജിൽ ഹുക്കുമത്തെ ഇല്ലാഹി എന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങൾ ഒരു അടിയും പുറകോട്ട് പോകുന്നില്ല, ഞങ്ങളുടെ അവസാനത്തെ ലക്ഷ്യമാണെന്ന് ആരിഫ് അലി പറഞ്ഞിരിക്കുന്ന ആ പ്രസ്ഥാനത്തെയാണ് ഇപ്പോൾ പിടിച്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഒന്ന്. രാഷ്ട്രീയ ചർച്ച നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിന് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തു എന്ന ആരോപണമാണ്. അത് ആരോപണമായി നിലനിൽക്കുകയാണ്. സ്വാഭാവികമായും അപ്പോയിന്റ്മെന്റ് എടുത്ത് AKG സെന്ററിൽ പോയി എന്ന് അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ മാധു. അപ്പോയിന്റ്മെന്റ് എടുത്ത് AKG സെന്ററിലേക്ക് പോയി എന്നാണ് റസാഖ് പാലേരി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതൊന്നും നിങ്ങൾ നോക്കൂ, ഒരു മാസം മുമ്പ് CPI ലത്തീഫ് STPIയുടെ സംസ്ഥാന പ്രസിഡന്റ് കോഴിക്കോട് വെച്ച് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഇതേ കാര്യ. ഞങ്ങൾ രണ്ടുപേരുമായി ചർച്ച നടത്തി, ഞങ്ങൾ 16 കൊല്ലമായി രൂപീകരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വിഡ്ഢികളൊന്നുമല്ല, കുറച്ചൊക്കെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ പല ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ അത് നേടിയെടുക്കാൻ തന്നെയാണ് ഞങ്ങൾ പോയിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. ഇനി ഇത് 2015 കോടിയേരി ബാലകൃഷ്ണനുമായി ഞങ്ങൾ ചർച്ച നടത്തി പലതും രേഖപ്പെടുത്തിയെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞല്ലോ. ഞാൻ പാലോളി മുഹമ്മദ് കുട്ടിയുടെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നോക്കൂ മാധു, സത്യസന്ധമാണ് ഇവരുടെ നിലപാടെങ്കിൽ ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, ഒന്ന്, ബഹുമാനപ്പെട്ട ശ്രീകുമാറെ, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളോട് പറയണം, പോരുവൈ പഞ്ചായത്തിൽ ഇപ്പോൾ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് STPIയുടെ പിന്തുണയോടുകൂടിയാണ്. ബിനു മംഗലത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരിക്കുന്നത് ഇപ്പോൾ ഷമീമ ടീച്ചറാണ്. STPIയുടെ ഒരംഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ്. സമാനമായി LDFന്റെ പ്രതിനിധിയോട് പറയുന്നത്, ഈ പത്തനംതിട്ടയിലും കോട്ടാങ്കലിലും നിങ്ങളത് ഈ പ്രക്രിയ തുടരണം, നിങ്ങൾ അങ്ങനെയാണ് ഭരിക്കുന്നത്. മാധു, കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി KTDC ബസാറിൽ UDFന്റെ നേതാക്കൾ 105-ാം റൂമിൽ പോയി ചർച്ച നടത്തി. ആരുമായിട്ടാണെന്നറിയോ? ജയിലിൽ കിടന്ന, ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ജയിലിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ കുറെ നേതാക്കളും നസറുദ്ദീൻ ഇളമരവുമായി. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, BJP ഇല്ലാതാക്കാനാണ് നിങ്ങൾ ഇതെങ്കിൽ ചെയ്തതെങ്കിൽ ഇത് ഇന്ത്യ സഖ്യല്ലേ? ഞാൻ മാധുവിന്റെ ഫോണിലേക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ അയച്ചിട്ടതാ. രാജസ്ഥാനിൽ CPIMന്റെ MP ആയി ജയിച്ചിട്ടുള്ള സിക്കാറിൽ ജയിച്ചിട്ടുള്ള MP ആംബ്രാമിന്റെ ഫോട്ടോ ആണ്. അദ്ദേഹം എന്താണ് അത് പുറത്തുവിട്ടത്? ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ശിഹാബ് പൂക്കോട്ടൂർ പുറത്തുവിട്ടത് എന്താണെന്ന് മാധു? അത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഞങ്ങൾ ആശീർവാദം വാങ്ങാൻ അമീറിന്റെ അടുത്ത് പോയി. ആരാ അമീർ? അവിടെയുള്ള അമീറിന്റെ പേര് മുഹമ്മദ് നസീമുദ്ദീൻ. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങി. ജയിച്ച ഉടനെ ആദ്യം CPMന്റെ MP ആംറാറാം പോയിട്ടുള്ളത് അതേ അമീറിന്റെ അടുത്തും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസിൽ. അപ്പോൾ നോക്കൂ, ഇപ്പോ റസാഖ് പാലേരി പറഞ്ഞതും ഇതും കണക്റ്റഡ് അല്ലേ? ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഈ സിക്കാറിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അടിയിൽ ഒപ്പിട്ട ആളുടെ പേര് KC വേണുഗോപാൽ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് BJP അങ്ങ് ഇല്ലാതാക്കാനാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അന്തിമ പരീക്ഷണവും നിങ്ങൾ നടത്തി. 27 രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചിട്ടും ഞങ്ങളെ ഒന്നും ചെയ്യാൻ ഇന്ത്യ സാധിച്ചിട്ടില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ മുജാഹിദിനെയും ലഷ്കർ ഇ തോയ്ബയെയും ISISനെയും കൂട്ടിപ്പിടിച്ചാലും ഇന്ത്യ രാജ്യത്ത് ഇതാണ് BJPയുടെ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതാണ് BJPയുടെ വെല്ലുവിളി. ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയ സംഘടനകളുമായി ഒക്കെ ചേർന്നുകൊണ്ടാണ് കോൺഗ്രസും CPM-ഉം ഇന്ത്യ മുന്നണി രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള ആരോപണം. കമ്മ്യൂണിസ്റ്റുകാരന്റെയും കോൺഗ്രസുകാരന്റെയും അണ്ണാക്കിൽ തള്ളിക്കൊടുക്കുന്ന എന്താണ് ശ്രീ റസാഖ് പാലേരി? MP രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെ അതിന് മറുപടി വരും ശ്രീ പ്രകാശ് ബാബു. നമുക്ക് ആ സമയത്ത് അത് കേൾക്കാം. സ്വാഭാവികമായ മറുപടി വരും.